ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. പുറക്കെ എണീറ്റുള്ളൂ. നേരത്തെ എണീറ്റു, പക്ഷെ മടി, തണുപ്പാണ്ട് ഇറങ്ങാൻ മടി. 7 മണി അടുപ്പിച്ചായി. ഫ്രഷായി കഴിഞ്ഞ് കുളിച്ചില്ല, മുഖം കഴുകുക മാത്രമേ ഉള്ളൂ. ഭയങ്കര തണുപ്പായി, പിന്നെ ടൈം പോയി. നീ കുളിച്ചാൽ റെഡിയാകില്ല. നീ ഞങ്ങൾ പോകും. സെറ്റായി. മറ്റേ പുള്ളിയും വന്നു, കാർദാരി. പുള്ളി ഇപ്പം വരും. ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യണം. It's a good. നേരെ പോയി ചെക്ക് ചെയ്യുക. തന്നെ നോർമല വലിയ രസമില്ല. നോർമൽ. മറ്റേത് ഫോഗി, ഫ്രണ്ട് സൈഡൊക്കെ ഫോഗി, സൈഡ് റൈറ്റ് ഫുള്ള് ഫോഗി. കാഴ്ച തരാം, ഫുള്ള് ഫോഗി. ഫ്രണ്ട് അങ്ങനെ. ഇനി നേരെ പോവുക. ഒരു പമ്പ് സ്റ്റാർട്ട് ചെയ്യും, ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും, ഒരു പമ്പും കൂടി. അതുകൊണ്ടാണ് മെയിൻലി രാവിലെ നേരത്തെ പോകണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ പോയി ഇറങ്ങുമായിരുന്നു ഡ്യൂട്ടിക്ക്. മാക്സിമം കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട്. ഭയങ്കര തണുപ്പ്, അതുകൊണ്ട് പിന്നെ കഫക്കെട്ട് പിടിച്ചെന്ന് തോന്നുന്നു. ഇനി കുളിച്ചാൽ റെഡിയാവൂല, ശരിയാവൂല. ഏകദേശം ഞാൻ സെറ്റായി. നീ കുറച്ചേരം ചുമ്മാ ആയിരിക്കും. അതെ, ഞാൻ ഒരു 10 മണിയാകുമ്പോൾ റൺ പഠിക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പോഴും ആകാശം കൂട് വന്നിട്ട് ഫോഗിയായിട്ട് കിടക്കുകയാണ്. സമയം കുറേ കഴിഞ്ഞു, വെയിലും വന്നു, എന്നിട്ട് ഫോഗിയായിട്ട് കിടക്കുകയാണ്. എന്താ കേട്ടില്ല? നീ പോയി ഫുഡുണ്ടാക്കി കഴിക്കുന്നത്. ഫുഡുണ്ടാക്കി കഴിക്കുക. ഫുഡും കഴിച്ചിരുന്ന് ഇനി നേരെ ജോലി കയറുക. എന്നാ അത് കാണിക്കറിഞ്ഞ മുട്ട തന്നെ വെറുതെ അത് തന്നെ ഡെയിലി കഴിക്കണത്. അത് എടുത്തിട്ട് കാര്യമില്ല. വെറൈറ്റി ആയിട്ടൊന്നും വെക്കണില്ല. ശമ്പളം വന്നതിന് ശേഷം ഒരാഴ്ച വരെ വെറൈറ്റി ഉണ്ടാക്കി ട്രൈ ചെയ്യും. പിന്നെ അടുത്ത് പൈസ കാണും, ആ സാധനം വാങ്ങിക്കേണ്ട പൈസ കാണും, പക്ഷെ പോകാൻ വയ്യ, അതുകൊണ്ട് പോകില്ല. അതാണ് സത്യം. ഇനി പോയി അവിടെ ഇരിക്കുക, ചെക്ക് ചെയ്യുക. ഇപ്പോഴൊന്നും പമ്പിങ് ഓഫ് ചെയ്യില്ല. ഇനി ജസ്റ്റ് 2-3 സൈറ്റ് നോക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അത് മാത്രം തന്നെ ഉള്ളൂ. ഇൻസ്പെക്ഷൻ ഞാനും കൂടി പുള്ളിയോടെ പോകണം. അതെ, പുള്ളിയുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പുള്ളി പോയി. ഞാനാ നമുക്ക് നമ്മളെ പണി അവിടെ ഇരിക്കുക. എനിക്ക് കൊണ്ട് ഈ മാസം, കഴിഞ്ഞ മാസം മിനിസ്റ്റർ വന്നില്ല, അതുകൊണ്ടായിരിക്കും ഈ മാസം വന്നു. ചെക്കിങ്ങിന് വന്നാൽ എപ്പോഴും വരും. അത് ജസ്റ്റ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ഇതിനകത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടോ, അതായത് വെള്ളത്തിനോ ഹീറ്ററിനോ AC-ക്കോ, നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മളെ എൻജിനീയറിനെ ആദ്യം ഇൻഫോം ചെയ്യണം. എൻജിനീയറെ ഇൻഫോം ചെയ്ത് സോൾവ് ആകാൻ പറ്റില്ലെങ്കിൽ ഇവരെ വിളിക്കണം. ഇവർ വരും കൂടെ. നമ്മളത് എന്താണോ ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന്.
ഫസ്റ്റ് അത് ചോദിച്ചിട്ട് പിന്നെ അവർ ആദ്യം ഇതിനകത്ത് തന്നെ ഇറങ്ങി തുടങ്ങുള്ളൂ. നല്ലൊരു ഇതാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ സർവൈവ് ചെയ്യുന്നു ഇവിടെ. അടുപ്പിച്ചായി ഇനി പോയി ഫുഡ് കൊണ്ടായി കഴിക്കുന്നത് തന്നെ. ഫോഗൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു. ഉച്ചയായിട്ട് പോയി നോക്കും. മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടായി കഴിക്കട്ടെ. വേറെ സൈഡ് മാറി, നമ്മുടെ ഫ്രണ്ടിലെ സൈഡ് മാറി. എന്നാലും അവിടെയും ഉണ്ട് ക്ലൗഡി. ഇനിയിപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, എന്നിട്ട് വീണ്ടും വരണം. അതിനിടയിൽ ഫോണും ചാർജ് ചെയ്യണം. എന്നാൽ ചാർജൊന്നും ആയില്ല, അതിന് വേറെ ടീംസും വന്നു. എടുത്തിട്ട് പോകണം. എന്നാൽ ഫോൺ വെച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് പുതിയ ടീം വന്നത്. എന്തോ സ്കാഡ ബേസ് നമ്മൾ കൺട്രോൾ ഉണ്ടല്ലോ, ആ ബേസിൽ എന്തോ സെറ്റിങ് ചെയ്യാൻ വേണ്ടി. അറിഞ്ഞൂടാ, അവർക്ക് എന്നെ അറിയാം അവരെന്ത് ചെയ്യണം. അത് ചുമ്മാ വന്ന് നോക്കിയിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് അറിഞ്ഞൂടാ. അവർക്ക് എന്നെ അറിയാം, അവർ ചേട്ടൻ എപ്പോഴുള്ള തന്നെ അപ്ഡേഷൻ പറഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് തീക്കും. സെക്യൂരിറ്റി ഉണ്ട്. ഞാനും പോയി ഫോണും ചാർജ് ചെയ്തിട്ടിനി. വേറെ പണിയൊന്നുമില്ല. ഫോണ് 16%. ഉണങ്ങി, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകി, അപ്പോഴും നല്ല ഉണങ്ങിക്കോളും. ഫോണ് ഡെഡാവാറേ. ഇനി ഇതുപോലെ കുറച്ച് നേരം കൂടി ക്യാമറ ഓണായി സ്വിച്ച് ഓഫ് ആവും. അതിനിപ്പോൾ കൊണ്ട് ചാർജ് ചെയ്തിട്ടാണ്. ചാർജ് ആയി 80 അടുപ്പിച്ചായി. ഇനി പോയി അവിടെ ഇരിക്കണം. മല പ്രകാശവും മേഘവും കൊണ്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. മൗണ്ടൻ. പക്ഷെ ക്യാമറ കിട്ടുമെന്ന് തോന്നുന്നില്ല. ബട്ട് സൂപ്പർ, കാണാൻ അടിപൊളിയാണ്. പാതി മേഘം വീണ് പാതി വെയിൽ ഇങ്ങനെ അങ്ങനെ ഇരിക്കുമല്ലോ, അതേ ടൈപ്പ് ഷെയ്ഡ് വീണതുപോലെ കാണിച്ചു തരാം, നോക്കിയോ. കാണാൻ സൂപ്പറാണ്. പക്ഷേ ഫോണിൽ വലിയ മനസ്സിലായത് തന്നെ. ഇത് തന്നെ സ്ഥലം സെറ്റപ്പാ. പക്ഷേ ഷെയ്ഡ് പ്ലസ് പ്രകാശം. ഇനി അങ്ങ് നേരെ ഡ്യൂട്ടി പോകും. അവിടെ ഇപ്പോൾ ഫോണ് ചാർജ് ആയ ശേഷം കുറച്ചും കൂടി ഉണ്ട്. എന്നാലും പോയി ഇനി ചെക്ക് ചെയ്യണം. പമ്പ് ഓഫ് ചെയ്യാൻ സമയം ആവാറിൻ്റെതാണ്, പക്ഷേ ആയിട്ടില്ല. അതെന്തോ കൂടുതൽ ഔട്ട് വേറെ സ്ഥലത്തോട്ട് വെള്ളം വിട്ടു. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറും കൂടി എടുക്കും. അതും കൂടി കഴിഞ്ഞിട്ട് വന്ന് ഫോണും ചാർജ് ചെയ്യണം, ശരിക്കും വെള്ളം ഒഴിക്കണം. അത് തന്നെയാണ് പ്ലാൻ. ചാർജില്ല, അതാണ് വിഷയം ഫോണിൻ്റെ. ഇനിയിപ്പോൾ വെയിലും പോവും. ഇതാ ഇറങ്ങി തുടങ്ങിയത്. ഇനി അപ്പം ചൂടുമില്ല. ഇന്ന് ഐസ് തന്നെ. അപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പം മാറി തിളച്ച വെള്ളം ദേഹത്ത് ഒഴിച്ചത് തന്നെ. അപ്പോൾ ഉള്ള ചൂടിൻ്റെ നീറ്റലും പുറത്തിറങ്ങുമ്പോൾ ഐസ്. മനസ്സിലായോ? അയ്യോ, ഒരു ഒടുക്കത്തെ അവസ്ഥയാണത്. വാട്ട് ക്യാൻ ഐ ഡു ബ്രോ? അത് തന്നെ പരിപാടി. എല്ലാം ഒന്ന് പോയി ചെക്ക് ചെയ്യണം. ഒന്ന് റൗണ്ട് പഠിക്കണം. അത് തന്നെ. വെള്ളം പുറത്ത് വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ നിന്നതായിരുന്നു. എന്താ പിന്നെ ഇതും പുറത്തായിട്ട് അല്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്ന സമയത്ത് എൻ്റെ ഫോണില്ലായിരുന്നു ഉച്ച സമയത്ത്.
അങ്ങനെ പറ്റിയത്. പിന്നെ മിനിസ്ട്രി അവർ ചെക്ക് ചെയ്യാൻ വന്നല്ലോ, ആ സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ജസ്റ്റ് ചോദിച്ചു, ഞാൻ പറഞ്ഞത് ജസ്റ്റ് പുറത്തായതാണെന്ന് പറഞ്ഞു. ആ സമയത്തൊന്ന് ഞാൻ വന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനും മറന്നു വിട്ടുപോയി. എപ്പോഴും ചെക്ക് ചെയ്യണോണ്ട് പിന്നെ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്യണമെന്നാണല്ലോ, അത് നമ്മുടെ ജോലി അതാണല്ലോ. പിന്നെ ഇനി ഒന്ന് പോയി ഫുള്ളൊന്നും കൂടി ചെക്ക് ചെയ്യണം. അത് തന്നെ എങ്കിൽ ഇത്തിരി വെള്ളം കൂടുതൽ പോകും നമ്മൾ ജസ്റ്റ് അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. കുറച്ചെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് ജസ്റ്റ് ഒരു ദിവസത്തിൽ 1 വട്ടോ 2 വട്ടോ. എൻ്റെ ഒരു മനസ്സമാനത്താണ് 2-3 വട്ടമൊക്കെ ചെയ്യണത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, വരൂല അങ്ങനെ. പക്ഷെ അത് ഇൻ കേസ് എങ്ങനെയോ എനിക്കുള്ള വൈബ്രേഷൻ കൊണ്ട് അത് പുറത്തായതാണെന്ന് തോന്നുന്നു, ആ വണ്ണം കൂടിയ പൈപ്പ്. ഇനിയൊന്ന് ഫുൾ എല്ലായിടം ഒന്ന് ചെക്ക് ചെയ്യണം. അത് പിന്നെ ലൈറ്റ് ഓണാകും. അപ്പോൾ തന്നെ ഇരുട്ട് വരും. കുളിച്ചിട്ട് വരുമ്പോൾ തന്നെ നല്ല ഇരുട്ടാവും. ഫുൾ കമ്പ്യൂട്ടറും ചെക്ക് ചെയ്യണം. അത് തന്നെ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു പമ്പ് ഇപ്പോൾ ഓഫ് ചെയ്ത് പിന്നെ സൈഫയും കൂട്ടാവും. അത് തന്നെ ഇത് ഇത്ര ചെയ്തതിന് ശേഷം പോയി അവിടെ ചെക്കും ചെയ്യണം, റൗണ്ട് പഠിക്കണം. ഈ പമ്പ് ഇതിൻ്റെ ആവും. അവിടുത്തെ അതിൻ്റെ അഡ്ജസ്റ്റും ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ അഡ്ജസ്റ്റും ചെയ്ത് ജസ്റ്റ് ഒന്നും വേറെ കുഴപ്പമില്ല. ടൈം അടുപ്പിച്ചാവുകയും ചെയ്തു. ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കുക, അത് തന്നെ പണി. ചെടിക്ക് വെള്ളം ഒഴിക്കുക, പോയി ഫ്രഷ് ആകുക. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഫോൺ കൊണ്ട് ചാർജ് വിടുക. അത് തന്നെ ബാക്കി പരിപാടിയെല്ലാം ചെയ്യും. ഫോൺ കൊണ്ട് ചാർജ് വിടുക, കുളിച്ച് ഫ്രഷായി ഡ്യൂട്ടിക്ക് ഒന്നും കൂടി കയറുക. അപ്പോഴത്തേക്ക് ഏകദേശം ഫോണും ചാർജ് ഫുള്ളാണ് എന്നാണ് പ്രതീക്ഷ. നല്ല കുറഞ്ഞു. ഏകദേശം ചാർജ് ഫുള്ളുമായി. അടുത്ത് വീണ്ടും ചെക്ക് ചെയ്യാൻ പോകും. ചാർജ് ഫുള്ളാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നേരത്തെ റെഡിയായിരുന്നു. ഇന്നൊരു വെറൈറ്റി വ്യൂ. എന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ അതും ഷിഫ്റ്റും ചെയ്ത് പിന്നെ വീഡിയോ കുറച്ച് എഡിറ്റും ചെയ്ത് നേരത്തെ അങ്ങ് പോകണം. ബാക്കി പരിപാടി എല്ലാം തീരും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.